അത് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു അഴിമതിയുടെ ക്രമക്കേടിൻ്റെ വാർത്തയാണ്. ശബരിമല നെയ്യ് ക്രമക്കേടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കെന്ന നിഗമനത്തിലാണ് വിജിലൻസ് അന്വേഷണ സംഘമുള്ളത്. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. PS പ്രശാന്തിനെയും അജികുമാറിൻ്റെയും വൈകാതെ ചോദ്യം ചെയ്യും. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി ചേരുന്നു. സിജോ, ഈ ശബരിമല നെയ്യ് ക്രമക്കേടിൽ വിജിലൻസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ തന്നെ പറയുന്നത് കേട്ടിരുന്നു, ഇത് വിജിലൻസിൽ മാത്രം നിൽക്കില്ല, ക്രൈംബ്രാഞ്ച് വരേണ്ടി വരും, കാരണം കൂടുതൽ പ്രതികളുണ്ട്, കരാറുകാരും ഉദ്യോഗസ്ഥരുമൊക്കെ പ്രതികളായ വലിയൊരു തട്ടിപ്പും വലിയൊരു അഴിമതിയുമാണ് നടന്നിരിക്കുന്നത്, കുറെ കൂടി വിപുലമായ അന്വേഷണം വേണ്ടിവരുമെന്ന് കെ മുരളീധരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഉദ്യോഗസ്ഥർ, അത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിൽ എത്ര പേർ എങ്ങനെയൊക്കെ ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ വലിയ ക്രമക്കേടിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അന്വേഷണ പുരോഗതി? ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ കേസിൽ പ്രതികളാകുന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ അനുസരിച്ചാണ് കൂടുതൽ പ്രതികൾ ഉണ്ടാകുന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് എത്ര പേരാണ്, ആരൊക്കെയാണെന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് ഈ രേഖകളുടെയൊക്കെ പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ച് വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിപട്ടികയിലേക്ക് വരിക എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം എത്തുകയും ചെയ്യുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശോധിക്കുന്നത്, ഇതിൽ മിൽമയ്ക്ക് 2.27 കോടി രൂപയുടെ കരാറാണ് നൽകിയിട്ടുള്ളത്. ഈ കരാറിന് ശുപാർശ ചെയ്തിരിക്കുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവാണ്. ഈ മുരാരി ബാബുവിന് വേണ്ടി ചില ഉദ്യോഗസ്ഥർ ചില വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലേക്ക് ഇതെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അത് റദ്ദാക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇടപെടലിലൊക്കെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ നിലവിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു ഉദ്യോഗസ്ഥർ മാത്രമാണ്, മുരാരി ബാബു, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. സ്വാഭാവികമായും അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ക്രിമിനൽ നടപടി ഇനി പോസിബിൾ അല്ല. പക്ഷേ ഇതിൽ 2.27 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇതിൽ ഒരു സിവിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മുരാരി ബാബുവിന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ കണ്ടെത്താനും അതോടൊപ്പം തന്നെ അത് പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികളാക്കപ്പെടുന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇത് അടുത്ത ദിവസം തന്നെ PS പ്രശാന്തിനെയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെയും PS പ്രശാന്തിനെയും അതോടൊപ്പം തന്നെ അജികുമാറിനെയും ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന മറ്റു വിവരങ്ങളിലേക്കും തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശരി, സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ നെയ്യ് ക്രമക്കേടിൽ വലിയ വിപുലമായ തട്ടിപ്പ് അല്ലെങ്കിൽ വലിയ അഴിമതിയും ക്രമക്കേടും അതിനകത്ത് നടന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ പ്രതികളാകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്.